ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ മാക്സിമം ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് അകത്ത് ചുരുക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5x ഇട്ടെങ്കിലും നിങ്ങൾ ഇത് കാണുക. ഒട്ടും സമയമില്ലെങ്കിൽ താഴെ PDF എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഫിസിക്സ് PDF എന്ന് മെസ്സേജ് അയക്കുക. ഞാൻ ഷെയർ ചെയ്ത് തരാവുന്നതാണ്. അതിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നതാണ്. ശ്രദ്ധിച്ചിരിക്കണം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഈ അവസാന നിമിഷം പലരും റെക്കമെൻഡ് ചെയ്ത, പലരും ചോദിച്ച, എന്നെ പേഴ്സണലി കുറച്ചുപേര് വിളിച്ചു, എന്നിട്ട് അവരെന്നോട് സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ അവസാന നിമിഷം കീം എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ. അപ്പൊ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചില ചാപ്റ്ററിലെ ടോപ്പിക്കുകൾ പറയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് മൊത്തം ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഇനിയും നമ്മൾ മുഴുവൻ ചാപ്റ്റർ ഇരുന്ന് പഠിക്കുന്ന കാര്യമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ മിനിമം നിങ്ങൾ ഇന്ന ടോപ്പിക്ക് ഇന്ന ഇക്വേഷൻസ് ഒക്കെ നോക്കിയാൽ കൊള്ളാം. ഇക്വേഷൻസ് ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് അതിനുള്ള സമയം ഇനിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി വിടാം ഇന്ന സാധനങ്ങൾ. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിരുന്ന് ആലോചിക്കണം. അതാണ്, നമുക്ക് ഇതൊരു പഠനം തന്നെയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നത്, ഈ നിമിഷം നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിരിക്കുന്ന ഓരോ ചാപ്റ്ററുകളുടെയും വല്ല ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഷോർട്ട് നോട്ട് എടുത്ത് കയ്യിൽ വെച്ചു. അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് പറയും, ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്റെ കൂടെ ഇരുന്നുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി പോവാം. അപ്പൊ ഈ 10-20 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടത്തുമില്ല. നിങ്ങളുടെ പഠനവും നടക്കും. ഞാൻ എന്താണോ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യവും നടക്കും. വെരി ഇമ്പോർട്ടന്റ്. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ താഴെ കമന്റ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. ഇതുപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനിയും ചെയ്യാനുള്ള ഒരു ആർജവം എനിക്ക് അതിൽ നിന്ന് കിട്ടും. 2, നിങ്ങളുടെ ഒരു സുഹൃത്തിന് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അത് നമുക്ക് വലിയൊരു സപ്പോർട്ട് ആവുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം. നീറ്റ് 2000 ഐ എം റിയലി സോറി, നീറ്റിനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അറിയാതെ നീറ്റ് എന്ന് കയറി വന്നത്. കീം 2025 നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന +1 +2 ഫിസിക്സിലെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കി വരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ അവസാന നിമിഷം PYQ ഡിസ്കഷൻ, അതേപോലെ മോക്ക് സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഇപ്പൊ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. അതെല്ലാം വരുന്ന കാണുക. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സഹായങ്ങളോ, ഈവൻ നിങ്ങൾ പഠിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഇത് പറയാൻ ആരുമില്ല, എന്റെ നമ്പറിൽ വിളിച്ചോ, ഞാൻ ഫ്രീ ആണെങ്കിൽ കോൾ എടുക്കാം. മിക്കപ്പോഴും ഈ സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെയാണ്. പക്ഷെ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സംസാരിക്കാം. എടുക്കാൻ പറ്റില്ല തിരിച്ചെങ്കിലും ഞാൻ വിളിക്കുന്നതായിരിക്കും. നമുക്ക് 2 മിനിറ്റ് വേണമെങ്കിലും സംസാരിക്കാം. എല്ലാവരും ഇരുന്ന് വിളിക്കേണ്ട, എക്സാം കഴിഞ്ഞും വിളിക്കാം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് എന്നാൽ നൈസായിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. നിങ്ങൾക്കറിയാലോ, ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ചാപ്റ്റർ വൈസ് പോകാം. ജസ്റ്റ് ചാപ്റ്റർ വൈസ് ഒന്ന് ഓടിച്ചു പോകാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നമുക്കൊരു 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ വരെ. ഞാൻ ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. എന്നാലും നമുക്ക് മിനിമം 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് എവിടുന്ന് ചോദിച്ചാലും അതായത് ചെയ്യാൻ പറ്റണം. കാര്യം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എല്ലാവരും ചെയ്യുന്നത്. ഇത്രേ ഓർത്ത് വെച്ചു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇത് 5 ടോപ്പിക് ഉണ്ട്. ഇത് അത്യാവശ്യം ആ ചാപ്റ്റർ എല്ലാം ആവുകയും ചെയ്തു. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, അതായത് ഈ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത, എന്നാൽ വേറെ ചാപ്റ്ററിലെ ഡിഫിക്കൽട്ട് ടേമുകൾ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ 2024 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലത്തെ ഡിഫിക്കൽട്ട് വാല്യൂസ് വരുന്ന ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു വെക്കുക. അത് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ആപ്ലിക്കേഷൻസ് അറ്റ്ലീസ്റ്റ് NCERT-യിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇനി വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ബേസിക് കാര്യം പഠിക്കുക. ഒരു 2 ക്വസ്റ്റ്യൻ
ഞാൻ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. അതേപോലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് പഠിച്ചിരിക്കുക. അറിയാലോ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എടുക്കുമ്പോൾ വേണ്ട ആ പ്രധാനപ്പെട്ട റൂൾസ് ഒന്നും ഇനി ഇപ്പൊ പഠിപ്പിക്കാൻ സമയമില്ല. ആ റൂൾസ് പഠിക്കുക. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ, ആ ഓരോ റൂളും പഠിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഇരുന്നത് വായിച്ചു നോക്കിയാൽ നല്ല കാര്യം. ആ റൂൾ ഒന്ന് വായിക്കുക, അത് പെട്ടെന്ന് പഠിച്ചു. നമ്മൾ ഒരുമിച്ച് ഇപ്പൊ പഠിക്കുക ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പഠിക്കുകയല്ല, ഒന്ന് ഓർമ്മ പുതുക്കുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. ദയവ് ചെയ്ത് അത് ചെയ്യുക. അതേപോലെ ഫൈൻഡിങ് പെർസെന്റേജ് എറർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈവൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പോലും പെർസെന്റേജ് എറർ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി +2 പക്ഷെ ആപ്ലിക്കേഷൻ വരുന്നത് ഇതിൽ നിന്നാണ്. അപ്പം പെർസെന്റേജ് എററിന്റെ ക്വസ്റ്റ്യൻസിന് നമുക്കൊരു വെയിറ്റേജ് കൊടുക്കാം. പിന്നെ ഈ മുഴുവൻ ചാപ്റ്ററിലെ ഇത്രയും ടോപ്പിക്കിൽ ഏറ്റവും വെയിറ്റേജ് ഏതിന് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്ന ഒരെണ്ണം ഈ ഡയമെൻഷണൽ ഫോർമുലാസ് പഠിക്കുന്നതിനും അടുത്തത് ഈ വെർനിയർ കാലിപ്പർ സ്ക്രൂ ഗേജിന്റെ പ്രോബ്ലത്തിനുമാണ്. ഈ വെർനിയർ കാലിപ്പർ സ്ക്രൂ ഗേജിന്റെ പ്രോബ്ലം ഓരോ ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് ഈ ചാപ്റ്റർ പെട്ടെന്ന് ചുരുട്ടി മടക്കുക. അതായത് മാക്സിമം എനിക്ക് തോന്നുന്നു ഇത്രയും സാധനം കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. അതായത് ഷോർട്ട് നോട്ട് കയ്യിൽ വേണം. ഇപ്പം നമ്മൾ ഓൾറെഡി ഞാൻ ഈ പറഞ്ഞപ്പോൾ ഇപ്പം വെർനിയർ കാലിപ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഇത് പഠിച്ച് തീർക്കാനൊന്നും പറ്റത്തില്ല, അതെനിക്കറിയാം. അപ്പം പെട്ടെന്ന് ഓടിച്ചു വിടാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലൊന്ന് ഓർത്തോർത്ത് പോവുക. ഇതെങ്കിലും ഇനിയും നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുഴുവൻ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനാണോ? അല്ല, ആ ഷോർട്ട് നോട്ട് എടുത്ത് വെച്ച് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. ക്ലിയർ ആണല്ലോ? ഞാൻ ഇനിയും എല്ലാ ചാപ്റ്ററും ഇത്രയും ഇൻഡെപ്തിൽ സംസാരിക്കില്ല. ഇവിടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഉണ്ടാവും. ടക്കേന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അത് പഠിക്കുക. ഇനിയും സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും സമയമില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് എന്നെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട്. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ വാട്സാപ്പ് നമ്പർ പറഞ്ഞപ്പം സ്ഥാപനത്തിന്റെ നമ്പറും എന്റെ നമ്പറൂടെ കയറി ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ട് അത് വേറെ ആരുടെ നമ്പറായി പോയെന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ എന്ന് പറയുന്നത് 999, ശ്രദ്ധിച്ചോണം കേട്ടോ, 99956578116 ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ 9995656 എന്ന് പറഞ്ഞു പോയി. അത് തെറ്റാണ്. ഇതാണ്, ഒന്ന് അറിയാണ്ട് 5656 അത് എന്റെ നമ്പറാണ്. പക്ഷെ ബാക്കിയുള്ളത് എന്റെ നമ്പറും അല്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് അത് വേറെ ആർക്കോ ആണ് പോയത്. ഞാൻ അവരെ വിളിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അവർ വളരെ കാര്യമായിട്ട് തന്നെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് അവരെന്നോട് വളരെ വലിയ സ്നേഹം കാണിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഐ എം റിയലി സോറി ഒക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് കുഴപ്പമില്ല. എന്നെ ഇത് ഇൻഫോം ചെയ്ത എന്റെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ അത് നിങ്ങളും ശ്രദ്ധിച്ചോണം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. 1 ഡയമെൻഷൻ. ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഇപ്പൊ ഇത് ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ഉണ്ടോ എന്നുള്ളത് വലിയൊരു സത്യമാണ്, എനിക്കറിയാം. അപ്പൊ ഇത് മൊത്തം ഇരുന്ന് പഠിക്കാനല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, എസ്പെഷ്യലി ഇതിന്റെ പ്രോബ്ലം, അതുപോലെ ഡിസ്റ്റിംഗ്വിഷ് +1 പഠിക്കുന്ന ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർക്കുക. അതിന്റെ 2 പ്രോബ്ലം എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ആവറേജ് സ്പീഡിന്റെ കാര്യം ഓർക്കുക. ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റിയിൽ നിങ്ങൾ ആവറേജ് സ്പീഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചാൽ മതി. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ടൈം ആവറേജ് സ്പീഡും ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡും. എന്ന് വെച്ചാൽ ടൈമും സ്പീഡും തന്നിട്ട് പ്രോബ്ലം ചോദിക്കും. അതുപോലെ ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ട് പ്രോബ്ലം ചോദിക്കും. ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഉറപ്പിച്ചു വെച്ചോ, 2025 ആവറേജ് സ്പീഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറയുന്നത് അതിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോടാ പറയുന്നത്, അതിൽ നിന്ന് ചോദിച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. അത് 100% ഉറപ്പാണ്. അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ മക്കളെ, ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി S = ut + half-at², v = u + at, v², അതെല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് ഡയറക്റ്റ് ഒരു പ്രോബ്ലം അല്ല. ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എവിടെ? ഫ്രീ ഫോളിലാണ്. ഫ്രീ ഫോൾ വെച്ചിട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് താഴോട്ട് സ്റ്റോൺ ഇട്ടു, ഇത്ര സമയം കൊണ്ട് താഴെ എത്തി, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര, അല്ല ബിൽഡിങ്ങിന്റെ മോളിൽ നിന്നുകൊണ്ട് മുകളിലോട്ട് എടുത്തെറിഞ്ഞു, അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു ബലൂൺ ഇങ്ങനെ പറന്ന് പോകുന്നു. ആ ബലൂണിൽ നിന്ന് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അത് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ല. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. പക്ഷെ ബലൂണിന്റെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ല. കാരണം എന്താ? ബലൂണിന് ഇനിഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട്, അതേ വെലോസിറ്റി ബോളിനും ഉണ്ട്. ഞാൻ കൺസെപ്റ്റ് പറയുന്നില്ല കേട്ടോ, കൺസെപ്റ്റ് പറഞ്ഞാൽ ഇത് ഇന്നങ്ങും തീരത്തില്ല. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്കുകൾ. പിന്നെ നിങ്ങൾ 1 ഡയമെൻഷനിൽ നല്ല പ്രയോറിറ്റി കൊടുക്കേണ്ട, നമുക്ക് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഗ്രാഫ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, ഗ്രാഫ് മാത്സുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഫിസിക്സിൽ നമുക്ക് ഗ്രാഫ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഗ്രാഫ് വെച്ചിട്ട് എഴുതി വെച്ചോളൂ. ഗ്രാഫ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ എത്തില്ല. ഗ്രാഫ് ഉണ്ടായിരിക്കും.
1D ആൻഡ് 2Dയുടെ കോമ്പിനേഷൻ, അതായത് നമുക്ക് 1D ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെ വരുന്ന സാധനമാണ് 2 ഡയമെൻഷൻ. ഇത് ആക്ച്വലി 2 ഡയമെൻഷന്റെ മുഴുവൻ സിലബസും അല്ല ഞാൻ എഴുതുന്നത്, നിങ്ങളത് മനസ്സിലാക്കുക. ചിലർക്ക് വേണമെങ്കിൽ ചുമ്മാ തമാശയിൽ കമന്റ് ചെയ്ത് മൊത്തം ഉണ്ടല്ലോ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, വെക്ടേഴ്സ് എന്ന് എഴുതുമ്പോൾ വെക്ടർ മൊത്തം ഇനിയും വാട്ട് ഈസ് വെക്ടർ, വാട്ട് ഈസ് ടൈപ്പ് ഓഫ് വെക്ടർ ഒന്നും പഠിക്കാനല്ല, വെക്ടറിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് 1, 2 വെക്ടറിന്റെ അഡീഷൻ, അതായത് ട്രയാങ്കുലർ ലോ, പാരലോഗ്രാം ലോ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, അതായത് അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, അത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പഠിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ പ്രൊജക്ടൈൽ മോഷനില് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin theta by g, മാക്സിമം ഹൈറ്റ് u square sin square theta by 2g, ഹൊറിസോണ്ടൽ റേഞ്ച് r is equal to u square sin 2 theta by g. അപ്പൊ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് പറയുന്നത്? നമ്മൾ കാണാതെ പഠിക്കുന്നതല്ല, ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അറിയാതെ ഇത് പഠിച്ചു പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓരോ ടോപ്പിക് എടുക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ 2 ക്വസ്റ്റ്യൻ, മാക്സിമം ഹൈറ്റിന്റെ 2 ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ 2 ക്വസ്റ്റ്യൻ, ഇത്രയും ചെയ്താൽ മതി, അത്രയെങ്കിലും ചെയ്യും. അപ്പൊ അത് ചെയ്തിട്ടേ എക്സാം ഹോളിൽ പോകാറുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. റിലേറ്റീവ് മോഷൻ ഇൻ 2D എന്ന് പറയുമ്പോൾ റെയിൻമാൻ പ്രോബ്ലവും റിവർ ബോട്ട് പ്രോബ്ലവും ആണ്. അതിൽ നിന്ന് അങ്ങനെ അങ്ങ് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല. പക്ഷെ ഞാൻ ഇത് ഉൾപ്പെടുത്താനുള്ള റീസൺ, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തതും എന്നാൽ അടിപൊളി കൺസെപ്റ്റ് വരുന്ന ഒരു ഏരിയയുമാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പം റിവർ ക്രോസിംഗിൽ മിനിമം ടൈം, ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്നൊക്കെയാണ്. സോ അതൊക്കെ ഒന്ന് നോക്കുക. സർക്കുലർ മോഷന്റെ ബേസിക് ടേംസ് ഉണ്ടല്ലോ. യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്, നോൺ യൂണിഫോം എന്താണ്, സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ആരാണ്, സെൻട്രിഫ്യൂഗൽ ആരാണ്, അങ്ങനത്തെ ബേസിക് യൂണിഫോം സർക്കുലർ മോഷൻ നോൺ യൂണിഫോം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ലോസ് ഓഫ് മോഷനിൽ നിങ്ങൾ മിനിമം ന്യൂട്ടന്റെ ലോസ് എല്ലാം പഠിക്കുക, ഇമ്പൾസ് മൊമെന്റം എന്താണെന്ന് അറിയുക. പിന്നെ നമുക്ക് കണക്റ്റഡ് ബോഡീസ്, ആക്ച്വലി ഇതിൽ കണക്റ്റഡ് സിസ്റ്റം എന്ന് എഴുതി, അതുപോലെ ഇമ്പൾസും കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നോക്കാൻ മറക്കരുത്. എന്താ ടോട്ടൽ ഇനിഷ്യൽ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റ്, അതൊക്കെ പഠിക്കുക. പിന്നെ കണക്റ്റഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, ഈ കണക്റ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് പ്രോബ്ലം നിങ്ങൾ പഠിക്കേണ്ട. ഈ ബ്ലോക്സ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് പുള്ളി സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള സാധനം. പിന്നെ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രിക്ഷന്റെ ബേസിക്, വാട്ട് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിന്റെ ഇക്വേഷൻ, വാട്ട് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ അത് റിയൽ ആയിട്ട് മനസ്സിലാക്കി അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ ഫ്രിക്ഷന്റെ ആപ്ലിക്കേഷൻ വരുന്ന ബാങ്കിങ് ഓഫ് റോഡ്, ഫ്രിക്ഷൻ വരുന്ന സർക്കുലർ മോഷന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസും അതിന്റെ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാരണവശാലും എക്സാം ഹാളിലേക്ക് പോകരുത്. വർക്ക് എനർജിയിൽ നിങ്ങൾക്കറിയാം, വർക്ക് എനർജി തിയറം എന്തായാലും പഠിക്കണം. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണെന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുക. പിന്നെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, സ്പ്രിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലാസ്, പിന്നെ വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഞാൻ ഇതിനി 1 by 1 ഇരുന്ന് തള്ളുന്നില്ല കേട്ടോ. അതുപോലെ ഏരിയ അണ്ടർ എഫക്ട്സ് ഗ്രാഫ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. കൊളീഷന് നിങ്ങൾ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. കൊളീഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടില്ലെന്നല്ല. ഇപ്പം കഴിഞ്ഞ 2024 ചോദിച്ചത് എന്തായിരുന്നു, 2 ബോളുകൾ തമ്മിൽ ഡിഫറെന്റ് വെലോസിറ്റിയിൽ വന്ന് ഇടിച്ചിട്ട് പിന്നെ അവര് സ്റ്റിക്ക് ടുഗെദർ ആൻഡ് ഇടിച്ച് കൂട്ടി ഒരുമിച്ചിരുന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് ടൈപ്പ് കൊളീഷൻ ആണ് ഇതാ ചോദിച്ചത്, അല്ലാതെ വലിയ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ചോദിച്ചത്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. റൊട്ടേഷണൽ മോഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ടോർക്കാണ്. ടോർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം എന്താ ചോദിച്ചത്, ടോർക്ക് എനിക്ക് തോന്നുന്നു പവർ ആണെന്ന് തോന്നുന്നു അല്ലെ, പവർ കാണാനാണെന്ന് ചോദിച്ചത്. ടോർക്കും എനിക്ക് തോന്നുന്നു ഒമേഗയും ഡയറക്റ്റ് തന്നിട്ട് അല്ലെ, ടോർക്കും ഒമേഗയും തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആൻസർ 60 കിലോവാട്ട് ആയിരുന്നു ഓപ്ഷൻ എന്ന് എന്റെ ഓർമ്മ. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ആ ഓർമ്മ. അതുപോലെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, സെന്റർ ഓഫ് മാസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ബേസിക് സെന്റർ ഓഫ് മാസ്. ഇപ്പൊ ഒരു സിസ്റ്റം തന്നാൽ അതിന്റെ സെന്റർ ഓഫ് മാസ് കാണാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻസ്, ഇപ്പം ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്, ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഡിസ്കിന്റേത് mr²/2, റിംഗിന്റേത് mr² ആണ്, റോഡിന്റേത് ml²/12 ആണ്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് ആക്ച്വലി. പക്ഷെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഓർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഡിസ്ക്, റിംഗ്, സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ. ടോർക്കിന്നൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ വെക്കുക. പിന്നെ ഗ്രാവിറ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതിലൊന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ.
ഹൈറ്റ് ഡെപ്ത് ഒക്കെ മാറുന്നതിനനുസരിച്ചുള്ള വേരിയേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് ഈ സാറ്റലൈറ്റിന്റെ പ്രോബ്ലം മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അതായത് സാറ്റലൈറ്റ് എക്സാക്ട് അത് തന്നെ ആവണമെന്നില്ല. സാറ്റലൈറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഓർബിറ്റൽ വെലോസിറ്റി പഠിക്കുന്നു, അവിടുത്തെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പിന്നെ നമ്മൾ ഇത്ര വെലോസിറ്റിയിൽ എറിഞ്ഞു അങ്ങനെയാണ് അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി, അങ്ങനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. വെരി ഇമ്പോർട്ടന്റ് ആണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആ കോൺസെപ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ അത്രയും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ. അതുപോലെ ഡക്റ്റൈൽ ബ്രിട്ടിൽ, കാരണം ഇതിൽ നിന്നൊക്കെ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒരുപാട് പ്രോബ്ലമാറ്റിക് ടൈപ്പിലേക്ക് പോവാതെ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഏതാണ്ട് ഞാൻ വെയിറ്റേജ് നോക്കിയപ്പോൾ കണ്ടത് 1D 2Dയിൽ നിന്നൂടെ മാത്രം ആ 2 ചാപ്റ്ററിൽ നിന്ന് 4 തൊട്ട് 5 ക്വസ്റ്റ്യൻ വരെയും, പിന്നെ ലോസ് വർക്ക് റൊട്ടേഷനിൽ നിന്ന് ആ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രം 7 തൊട്ട് 10 ക്വസ്റ്റ്യൻ വരെയും, മെക്കാനിക്സ് മൊത്തത്തിൽ 20 ക്വസ്റ്റ്യൻ വരെയും. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, മൊത്തം 45 ക്വസ്റ്റ്യൻ, അതിൽ മെക്കാനിക്സിൽ നിന്ന് മാത്രം നമുക്ക് ഏതാണ്ട് 20 ക്വസ്റ്റ്യൻ വരെ. മെക്കാനിക്സ് മാത്രം എന്ന് പറയുമ്പോൾ ചാപ്റ്ററുകളുണ്ട്: 1D 2D, ലോസ്, വർക്ക്, റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ, ഓസിലേഷൻ, വേവ്. ഇത്രയും ചാപ്റ്ററുകൾ പഠിച്ചാൽ മതി. അത്രയും പഠിച്ചാൽ തന്നെ 20 ക്വസ്റ്റ്യൻ കിട്ടും. 20 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എത്ര മാർക്കായി? 80 മാർക്കായി. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് മെക്കാനിക്സ്. മറിച്ച് ഇത് നീറ്റ് പോലൊരു എക്സാമിലേക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് മെക്കാനിക്സിനേക്കാളും ഇമ്പോർട്ടന്റ് വേറെയാണ്. കാര്യം നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്. എഞ്ചിനീയേഴ്സിന് മാത്തമാറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം ചെയ്യാനുള്ള ഒരു സ്കിൽ എന്തായാലും കൂടുതൽ വേണം. മാത്സ് ഇമ്പോർട്ടന്റ്. നമുക്ക് ഒരുപാട് സെമസ്റ്ററിൽ മാത്സ്, 5 സെമസ്റ്ററിൽ മാത്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടൈപ്പ് ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരും. പക്ഷെ ഈ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് തിയറട്ടിക്കൽ ഏരിയ ഉണ്ട്. അപ്പൊ ആ തിയറട്ടിക്കൽ ക്വസ്റ്റ്യനും ചോദിക്കണ്ടേ? ഒരു എക്സാം വരുമ്പോൾ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? സോ ഇതിലെ തിയറി പാർട്ടിനൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ നമ്മൾക്ക് പല വർഷങ്ങളിൽ ഇപ്പം ഡെൻസിറ്റി, പ്രഷർ, പാസ്കൽസ് ലോ വെരി ഇമ്പോർട്ടന്റ്, അതുപോലെ വിസ്കോസിറ്റി, പിന്നെ സ്റ്റോക്സ് ലോ ആൻഡ് ടെർമിനൽ വെലോസിറ്റി. പക്ഷെ മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് സർഫസ് ടെൻഷൻ ആണ്. ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കണം. പക്ഷെ കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ സർഫസ് ടെൻഷനും കൊടുക്കുക. അതിൽ ഈ ഡെൻസിറ്റി ആൻഡ് പ്രഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മിക്കപ്പോഴും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത്. അപ്പൊ അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഹെഡിങ്ങുകൾ എന്താണോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ ഷോർട്ട് നോട്ടിലുള്ള മിനിമം ഇക്വേഷൻസ് എന്താണോ ഇതുമായിട്ടെല്ലാം നിൽക്കുന്ന ഈ 2 പ്രോബ്ലം എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതേപോലെ തെർമൽ പ്രോപ്പർട്ടീസും ഹീറ്റ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക്, നിങ്ങൾക്ക് അറിയാം. അതും ആ 3 ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ച് തീർക്കേണ്ടതാണ്. അപ്പൊ അതിൽ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ട ഏരിയാസ് ആണ് ടെമ്പറേച്ചർ കൺവേർഷൻ. ഈ ടെമ്പറേച്ചറിന്റെ കൺവേർഷൻസിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതുപോലെ സ്റ്റെഫാൻസ് ലോ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ സ്റ്റെഫാൻസ് ലോ എന്താണ്, അതിന്റെ ഇക്വേഷൻ, അതുപോലെ തെർമൽ എക്സ്പാൻഷൻ, ഈ ഏരിയ ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുക. ഞാൻ ഇത് ഇത്രയുടെ സ്പീഡിൽ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുന്നത്, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്ത് സുനിൽ സാർ ഇരിപ്പുണ്ട്. അപ്പൊ സുനിൽ സാർ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് സമയം കൂടുതലാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്ക് ഇത്തിരി സ്പീഡിലാക്കുന്നത്. അതുപോലെ തെർമോഡൈനാമിക്സിൽ നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തെർമോഡൈനാമിക്സ് പ്രോസസ്, വർക്ക് ഡൺ, അതുപോലെ വർക്ക് ഡൺ ഫ്രം PV ഡയഗ്രാം, ഇത് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക കേട്ടോ. യെസ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് കൈനറ്റിക് തിയറിയിലേക്ക് വന്നാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്, RMS വെലോസിറ്റി, ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയാലോ. അപ്പൊ അതെല്ലാം ഒന്ന് പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ വാല്യൂസും കാര്യങ്ങൾ, മീൻ ഫ്രീ പാത്ത് വെച്ചിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചു 2024 ഈ മീൻ ഫ്രീ പാത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മറ്റേ ഡയമീറ്ററിന്റെ വാല്യൂ തന്നിട്ട് മീൻ ഫ്രീ പാത്ത് ലാംഡ ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ 1/d² എന്നുള്ള ആ ഇക്വേഷൻ കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. ഓസിലേഷൻ ആൻഡ് വേവിൽ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, കഴിഞ്ഞ വർഷം ചോദിച്ച സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് എനിക്ക് തോന്നുന്നു ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡും കാണാനായിരുന്നു. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പിന്നെ എപ്പോഴും നമുക്കറിയാം, നിങ്ങൾ ഓസിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇക്വേഷൻ എന്തായാലും പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എനർജി ഓഫ് SHM, ഈ ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് സിമ്പിൾ പെൻഡുലത്തിൽ നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്, അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഇക്വേഷൻസ് ഒക്കെ നോക്കി വെച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഷോർട്ട് നോട്ട് എടുക്കുക, ഞാൻ ഈ പറയുന്ന മിനിമം ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വേവ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് വേവ് ഇക്വേഷൻ
ബേസിക് ഇക്വേഷന്, അതുപോലെ സ്റ്റാൻഡിങ് വേവ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് ചോദിക്കാൻ പോലെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഏരിയ ആണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പൈപ്സ്. അതിൽ നിന്ന് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് നിങ്ങൾ നോക്കിയാൽ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് അനലൈസ് ചെയ്തോളൂ. ഈ കോൺസെപ്റ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇക്വേഷൻസ് അടിപൊളിയായിട്ട് ബൈഹാർട്ട് ചെയ്ത് കയ്യിൽ വെക്കണം കേട്ടോ. ഇനി അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിക്കുക. സോ നമുക്ക് +2 ടോപ്പിക്കിലേക്ക് പോകാം. +2 ടോപ്പിക്കിൽ ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ പ്രയോറിറ്റി ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ടോപ്പിക് പറയാനാണ് ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന കുളംസ് ലോ, അതുപോലെ ഇലക്ട്രിക് ഡൈപോളിൽ നിന്നും ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിച്ചു കാണുന്നുണ്ട്. ഗോസസ് ലോ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് കുളംസ് ലോ അതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കുളംസ് ലോ പഠിക്കണം, കുളംസ് ലോയുടെ കോൺസെപ്റ്റ് പഠിക്കണം, പ്രോബ്ലംസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഗോസസ് ലോയ്ക്ക് നല്ല വെയിറ്റേജ് കൊടുത്തോളൂ. ഗോസസ് ലോ നമുക്ക് കാര്യം നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന് പോലും ഗോസസ് ലോയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഗോസസ് ലോ വന്നില്ല. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് എന്തോ ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു. സോ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് വൺ തന്നെ നിങ്ങൾ പിടിച്ചോ, റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഫീൽഡ് തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അവന്മാർ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒരാളെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മറ്റൊരാളെ കിട്ടും. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ റിലേഷൻസ് പഠിച്ചു വെക്കുക. പാരൽ പ്ലേറ്റ്, കപ്പാസിറ്റർ, അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ. ഇവിടെ കപ്പാസിറ്ററിന്റെ കോമ്പിനേഷനും കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ എത്തുമ്പോഴത്തേക്ക് റെസിസ്റ്ററിന്റെ കോമ്പിനേഷനും കീമിന് ചോദിച്ച് കാണാറുണ്ട്. ഇവിടെ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നോക്കിക്കുക, ഒത്തിരി ടോപ്പിക് ഉണ്ട്. ആക്ച്വലി എന്താന്ന് വെച്ചാൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് മാത്രം 6 ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇത്തരം ടോപ്പിക്കുകൾ വന്നത്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഏത് നോക്കിയാലും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും, ഇപ്പം വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, I = NeVd, അതുപോലെ മൊബിലിറ്റിയുടെ കോൺസെപ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, ഓംസിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, സെല്ലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിച്ച്ഓഫ് ലോ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ ക്രിച്ച്ഓഫ് ലോയുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്തതെന്ന് ഓർക്കുക. അതിന്റെ 2-3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, ബൾബ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ചു വിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അതുപോലെ മൂവിംഗ് ചാർജിലേക്ക് എത്തുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ഇതുപോലെ ബയോട്ട് സാവേർട്ട് ലോ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ ആംബിയർ സർക്യൂട്ട് ലോ, പിന്നെ ഈ കൺവേർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. സോ അതിനൊക്കെ ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക. അടുത്ത ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പക്ഷെ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് 3rd വണ്ണിനാണ്. മാഗ്നറ്റിക് മെറ്റീരിയൽ, ഈ ഡയാ, പാരാ, ഫെറോ, തിയറട്ടിക്കലായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. EMI എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫാരഡേസ് ലോ, അതുപോലെ ലെൻസസ് ലോ ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും. ഫാരഡേസ് ലോയും ലെൻസസ് ലോയും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ്. പിന്നെ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷന് ഒരു പ്രയോറിറ്റി കൊടുക്കാം. ആൻഡ് ഫൈനലി AC ജനറേറ്റർ. മറ്റുള്ളവർക്ക് ആർക്കും ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല, പക്ഷെ ടോപ്പ് പ്രയോറിറ്റി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഈ ടോപ്പിക്കുകളുടെ ബേസിക് കോൺസെപ്റ്റ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് AC-യിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് LCR-നാണ്. LCR, ഇംപെഡൻസ്, ക്യൂ ഫാക്ടർ, വെരി വെരി ഇമ്പോർട്ടന്റ്. LCR-ൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിന് എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ RMS വാല്യൂ ഓഫ് AC, ഫേസർ ഡയഗ്രോ, അതുപോലെ റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട്, കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ വെരി ഇമ്പോർട്ടന്റ് ആരാ? LCR സർക്യൂട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എത്തുമ്പോൾ അറിയാലോ, വളരെ സിമ്പിൾ ചാപ്റ്റർ, എല്ലാവരും ചെയ്യുന്ന ചാപ്റ്റർ. ഈ 2 ടോപ്പിക്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് EM വേവ് പഠിക്കുക. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്ര, ആകെ ഈ 2 ടോപ്പിക്കേ പഠിക്കാൻ പറയുന്നുള്ളൂ. 1-2 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ആ ടോപ്പിക്കിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. റയോട്ടിക്സ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചാപ്റ്റർ, വൺ ഓഫ് ദി സൂപ്പർ ചാപ്റ്റർ. പഠിക്കാൻ വളരെ രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്റർ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അതെനിക്കറിയാം. പക്ഷെ പഠിക്കാൻ വളരെ രസമുള്ള, പഠിച്ചാൽ നമ്മുടെ കയ്യിൽ എത്തുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് ഇത്. ആക്ച്വലി എന്താ പറയുന്നത്, മിറർ ഫോമിലെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, സ്നെൽസ് ലോ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രിസത്തിന് നല്ല പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ആൻഡ് ഫൈനലി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇവന്മാർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവരെ ആരെയും നമുക്ക് അങ്ങനെ എടുത്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒപ്റ്റിക്സിന്ന് 5 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് റേ ആൻഡ് വേവ്. നമുക്ക് വേവോടെ നോക്കാം.
വേവിൽ ഇന്റർഫറൻസ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, അത് വെരി ഇമ്പോർട്ടന്റ്. പോളറൈസേഷൻ ചോദിക്കാറുണ്ട്, ബ്രൂസ്റ്റേഴ്സ് ആംഗിളിന്റെ ഒക്കെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനും പോളറൈസേഷനും നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അത് രണ്ടും കൂടെ നമുക്ക് ഒരു 6 ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്യുവൽ നേച്ചർ, ആറ്റം ന്യൂക്ലിയർ ഡ്യുവൽ നേച്ചർ, അതാണ് നമ്മുടെ എന്താ പറയുന്നത് തിയറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. 3 ചാപ്റ്ററുകളും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. മാത്രമല്ല കെമിസ്ട്രിയും കൂടെ ഒക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വർക്ക് ഫംഗ്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ കോൺസെപ്റ്റ്, അതൊക്കെ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ബോർ പോസ്റ്റ്ലേറ്റ്സും പഠിക്കുക, അതുപോലെ റൂദർഫോർഡിന്റെ ആറ്റം മോഡലും പഠിക്കുക. അതെന്തായാലും നിങ്ങൾ പഠിക്കണം. റൂദർഫോർഡ് ആറ്റം മോഡലിന് നല്ല പ്രയോറിറ്റി കൊടുക്കുക മക്കളെ. ഈ കാണുന്ന പോസ്റ്റ്ലേറ്റ്സ്, ഇതിൽ നിങ്ങൾ റേഡിയസ്, വെലോസിറ്റി, എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റുകൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. കാര്യം നമുക്ക് ക്വസ്റ്റ്യൻസ് പല തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇവരെ ആരെയും ഞാൻ ഒഴിവാക്കാൻ പറയത്തില്ല. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. ന്യൂക്ലിയർ സാധാരണ ചോദിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് മിക്കപ്പോഴും. ന്യൂക്ലിയർ റേഡിയസ് ചോദിക്കാറുണ്ട്, മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജിയുടെ കോൺസെപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് മിനിമം നിങ്ങൾ ഇതെങ്കിലും പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക. ഇനി നമുക്ക് അല്ലാതെ ഇതും ഇനിയും ഒഴിവാക്കി ഇതും കട്ട് ഷോട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് മക്കളെ നല്ല എഫർട്ട് എടുത്തിട്ടാണ് ഈ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതും. 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് നോക്കുക, അത് അനലൈസ് ചെയ്യുക, അത് പിന്നെ സ്ലൈഡ് ആക്കുക, ഇതൊക്കെ ചെയ്യാൻ നല്ല സമയമെടുത്ത് മെനക്കെട്ടിട്ട് തന്നെയാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. വെറുതെ ഒരു നേരം പോക്കിനോ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ? വെറുതെ എന്നാ ഇരുന്നാൽ പോരെ, ചിന്തിച്ചാൽ പോരെ. അപ്പൊ അത്രയും ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതിനുള്ള എഫേർട്ട് കൊടുത്തിരിക്കണം. കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഫൈനലി സെമി കണ്ടക്ടറിൽ നിന്ന് നമുക്ക് സെമി കണ്ടക്ടറിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അതായത് ആ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷണൽ പോർഷനിലേക്ക് വരുന്ന കാര്യങ്ങൾ, എനർജി ഗ്യാപ്പും അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ PN ജംഗ്ഷൻ ഡയോഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. പക്ഷേ ടോപ്പ് പ്രയോറിറ്റി ഫോർ ലോജിക് ഗേറ്റ്സ്, ബിക്കോസ് നമ്മൾ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോവുകയാണ്. ലോജിക് ഗേറ്റ്സ് നമ്മൾ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവരാണേലും ഇലക്ട്രോണിക്സ് എടുക്കുന്നവരാണേലും ഒക്കെ ലോജിക് ഗേറ്റ്സ്, ഇലക്ട്രിക്കൽ എടുക്കുന്നവർക്കൊക്കെ ലോജിക് ഗേറ്റ്സ് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു പ്രയോറിറ്റി നമുക്ക് കൊടുത്ത് പഠിക്കാവുന്നതാണ്. സോ ഓവറോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഒഴിവാക്കിയിട്ട് എക്സാം ഹോളിലോട്ട് പോകരുത് മക്കളെ. എഴുതി വെച്ചോ, ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. പക്ഷെ എനിക്കറിയാം ഇനിയുള്ള ചുരുങ്ങിയ സമയം, ഇനി നിങ്ങൾക്ക് കൂടി വന്നാൽ 5 ദിവസവും കൂടെ മറ്റും ഉണ്ട്. എക്സാം അങ്ങോട്ട് നീങ്ങിയുള്ളവർക്ക് കുറച്ചുകൂടെ ദിവസം കിട്ടും, ഇല്ലെന്നല്ല. പക്ഷെ ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് ഇന്ന് 18 അല്ലേ സാറേ? ഇന്ന് 18-ാം തീയതിയാണ് അല്ലേ? 18 എൻ്റെ വിശ്വാസം. സത്യം പറഞ്ഞാൽ ഇപ്പൊ എൻട്രൻസിന് പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷം ദിവസവും മാസവും ഒന്നും ഓർമ്മയില്ലെന്നുള്ളത്. മാസം ഓർമ്മയുണ്ട്, 18-ാം തീയതി കറക്റ്റാണ്. അപ്പം നമുക്ക് 19, 20, 21, 22 4 ദിവസം കൂട്ടിയാൽ മതി. ഈ 4 ദിവസം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങൾ അവസാനം മോക്ക് സീരീസ് ആണ് എഴുതേണ്ടത്. ഈ മോക്ക് സീരീസുകൾ എഴുതാൻ തന്നിരിക്കുന്ന സമയം 2 തൊട്ട് 5 വരെയാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെ മോക്ക് സീരീസ് എഴുതാൻ ശീലിക്കുക. കാര്യം എന്താ, നമുക്ക് ആ സമയത്താണ് എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ അതിനോടൊന്ന് കണക്ട് ചെയ്ത് വന്നാൽ നമുക്ക് അതുമായിട്ട് അങ്ങ് നമ്മുടെ ഹാബിറ്റ് അതിനോട് വരിക എന്നൊക്കെ പറയുന്ന പോലെ ആക്കി എടുക്കാൻ പറ്റും, കുറച്ചെങ്കിലും ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അതിനു മുമ്പുള്ള സമയം, ഇനിയും കിട്ടുന്ന സമയം വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നും, ഇപ്പൊ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ചിലര്, ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ഈ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുന്നു, അപ്പം എക്സാമിന്റെ തലേന്ന് ഒരു കുട്ടി വന്നിരുന്ന് യൂട്യൂബ് നോക്കി എന്റെ വാചകോടിയും കേട്ടോണ്ടിരുന്ന അവൻ എന്ത് ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ ഇത് പറയുമ്പം നിങ്ങൾ അതൊക്കെ ഇരുന്ന് ഓർക്കുകയും ആ ഷോർട്ട് നോട്ടൊക്കെ ഇരുന്ന് എടുത്ത് ഫ്രണ്ടിൽ വെച്ചോണ്ടിരുന്ന് വേണം ഈ വീഡിയോ കാണാൻ. മനസ്സിലായോ? അപ്പൊ ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. 2025 ഈ കീം എക്സാം നമുക്കുള്ളതാണ് എന്ന വിശ്വാസത്തോടെ തന്നെ പോവുക. പോസിറ്റീവായിട്ടിരിക്കാൻ പഠിക്കുക. അത് നിങ്ങൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ ചിലപ്പം ചില സമയത്ത് നമ്മൾ തകർന്ന് താഴെ കിടക്കുമായിരിക്കും. അവിടുന്ന് നമ്മളെ എഴുന്നേറ്റ് പൊക്കാൻ ഒറ്റ ഒരുത്തനും വരത്തില്ല. സ്വന്തമായിട്ട് പൊങ്ങേണ്ടി വരും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇത്രയും സംസാരിച്ചുകൊണ്ട് പറയും. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് കേരളത്തിലെ
നമ്മളൊക്കെ വിശ്വസിക്കുന്ന ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയ അധ്യാപകൻ. ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങൾക്കറിയാലോ, ഒരു യൂട്യൂബ് ചാനൽ തുടക്കത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ ക്ലാസ് എടുത്ത എന്തായിരിക്കും ഏണിങ്സ്? അയാൾക്ക് എന്തായിരിക്കും? ഒരു ഏണിങ്സും ഉണ്ടാവത്തില്ല. വലിയ സാലറി വാങ്ങിയ അതെടുത്ത് കിഴക്കോട്ട് എറിഞ്ഞേച്ച് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഉറപ്പായിട്ടും അതെ. ഇനിയും വരാൻ എൻ്റെ ആഗ്രഹം അൾട്ടിമേറ്റ്ലി ഇനിയും വരാൻ പോകുന്ന കുട്ടികളെ, എന്നെ വിശ്വസിച്ച് എൻ്റെ മുമ്പിൽ എത്തുന്ന കുട്ടികളെ ഒരു കാരണവശാലും പറ്റിക്കില്ല. നല്ല കോൺഫിഡൻസോടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന വിശ്വാസത്തോടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ആ കാരണത്താലാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും. നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടാനുള്ള മനസ്സ് നിങ്ങളും കാണിക്കണം. തന്നെ വീണെടുത്തുനിന്ന് എടുത്ത് ചാടുക, അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സോ പുതിയ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ഇനി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.